ഞാൻ ജോസ് മാളിയേക്കൽ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് പാവങ്ങളെ സഹായിക്കാൻ ഒരുമ്പെടുന്ന നല്ല മനസ്സ് ഉള്ള വ്യക്തികളെക്കുറിച്ചാണ്. അവർ ചെയ്യുന്ന പുണ്യപ്രവൃത്തി നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ വൈറലായി ഒരു വാർത്ത വരികയോ ചെയ്യുമ്പോൾ അവരെ സഹായിക്കുവാൻ മത്സരിച്ചുകൊണ്ട് പല നന്മമരങ്ങളും മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, സഹായം കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ വൈറലായ വീഡിയോ വഴി വന്നാൽ മാത്രമേ അത്തരക്കാർക്ക് സഹായം ലഭിക്കുകയുള്ളൂ. കാരണം ഒരിക്കൽ ഒരു എറണാകുളത്തൊരു ചോറ് വിൽക്കുന്ന ട്രാൻസ്ജെൻഡർമാർക്ക് സഹായം നൽകുവാൻ മത്സരിച്ച നന്മമരങ്ങളുടെ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനെ ചൊല്ലിയുള്ള പല വിവാദങ്ങളും, അത് അഭിനയമായിരുന്നു, അത് പണമുണ്ടാക്കുവാനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിവാദങ്ങളും നടന്നിരുന്നു. എന്നതുപോലെ ഒരിക്കൽ ഒരു പിഞ്ചു പെൺകുട്ടി പഠിക്കുവാൻ മൊബൈലോ ടി വിയോ ഇല്ലാതെ ജീവൻ അപായപ്പെടുത്തിയ ഒരു കുഞ്ഞിനെ സഹായിക്കുവാൻ അന്നാട്ടിലെയും നന്മമരങ്ങളും രാഷ്ട്രീയക്കാരും എന്നുവേണ്ട വർഗീയ പാർട്ടികളും മത്സരിച്ചിരുന്നു. ഈ അടുത്തിടെ നെയ്യാറ്റിൻകര നടന്ന സംഭവത്തിൽ 2 മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആ മക്കളെ സഹായിക്കുവാൻ സർക്കാരാവട്ടെ നന്മമരങ്ങളാവട്ടെ ഈ വാർത്ത വന്നതോടുകൂടി പലരും സഹായഹസ്തങ്ങളുമായി വന്നു. ഇതിലൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു അവസ്ഥ വരാതിരിക്കുവാൻ വേണ്ടി ഈ നന്മമരങ്ങൾ എന്ന് പറയുന്ന സഹായിക്കാൻ മനസ്സ് കാട്ടുന്ന വ്യക്തികൾ എന്തുകൊണ്ട് മുൻകരുതലുകൾ എടുക്കുന്നില്ല? അപ്പോൾ ചോദിക്കുക എങ്ങനെ? കാരണം ഈ രാഷ്ട്രീയ പാർട്ടിക്കാരാവട്ടെ ജൈവിളിക്കുവാനും മറ്റും വരുന്ന ഇവർ നമ്മളെ സേവിക്കുവാനും സംരക്ഷിക്കുവാനും വാർഡ് തലങ്ങളിൽ ആശാ വർക്കർമാർ, പിന്നെ കുടുംബശ്രീ കൂട്ടായ്മകൾ എന്ന് വേണ്ട സർക്കാർ ശമ്പളം പറ്റുന്ന അനേകം തസ്തികകൾ ഇവിടെയുണ്ട്. വാർഡ് മെമ്പർമാർ, എന്തുകൊണ്ട് ഇവർ ഈ വാർഡ് മെമ്പർമാരാവട്ടെ ആശാ വർക്കർമാരാവട്ടെ കുടുംബശ്രീ പ്രവർത്തകരാകട്ടെ അതത് വാർഡുകളിലുള്ള വളരെയധികം ദയനീയമായ അവസ്ഥയിൽ കഴിയുന്ന ആളുകളെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുമായിരുന്നിട്ടും എന്തുകൊണ്ട് അത് അവർ തിരിച്ചറിയുന്നില്ല? സാധാരണഗതിയിൽ കുടുംബശ്രീക്കാർക്ക് ഈ പഞ്ചായത്തുകൾ ചെയ്യുന്ന ഒരു തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. പണക്കാരുടെ വീടുകളിലെ പറമ്പുകൾ വൃത്തിയാക്കുന്ന പണി. ശരിക്കും പറഞ്ഞ് കുടുംബശ്രീ ഇത്രയും വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്തുകളിൽ നടക്കുന്ന പാതയുടെ ഇരുവശത്തുമുള്ള കാടുകൾ കണ്ടാൽ തോന്നും ഇവിടെ ആരുമില്ല എന്ന്. എന്തുകൊണ്ട് ഈ പഞ്ചായത്ത് അധികൃതർ, വാർഡ് മെമ്പർമാർ കുടുംബശ്രീ യൂണിറ്റുകളെ ഇത്തരത്തിലുള്ള സർക്കാർ റോഡുകളുടെ ഇരുവശവും ക്ലീൻ ചെയ്യുവാനും അത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് ഉപയോഗിക്കാതെ പണക്കാരുടെ ഇത്ര ഏക്കർ സ്ഥലമുള്ള ആളുകളുടെ പറമ്പുകൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നത് എന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, നമ്മൾ വിഷയത്തിൽ മാറിപ്പോകുന്നു. പക്ഷേ ഈ നന്മമരങ്ങൾക്ക് ഇത്തരത്തിൽ ജീവഹാനികൾ വരാതെ തന്നെ സഹായിക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ വൈറലായ ഒരു വീഡിയോ കണ്ടുകൊണ്ട് പേരും പ്രശസ്തിക്കും വേണ്ടി ഓടിയെത്തുന്ന ആളുകളെക്കാൾ നല്ല രീതിയിൽ നന്മ മനസ്സുള്ളവരാണെങ്കിൽ ഇവർ ഇത്തരത്തിൽ സഹായങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ട സംഘടനകൾ സഹായം ചെയ്യാൻ, മതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ വാർഡിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാരെയോ അല്ലെങ്കിൽ വാർഡ് മെമ്പർമാരെയോ സമീപിച്ചുകൊണ്ട് ഒരു കണക്കെടുത്തുകൊണ്ട്
ഇത്തരത്തിൽ സാഹചര്യങ്ങൾക്ക് വഴുതി വീഴുന്ന ആളുകളെ സഹായിക്കാൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല? അങ്ങനെ തയ്യാറാകുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കും. പഞ്ചായത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വാർഡ് മെമ്പർമാർ വോട്ട് ചോദിക്കുവാൻ 6-7 പ്രാവശ്യം വീട് നീങ്ങി കൊണ്ട് വരുമ്പോൾ പേഴ്സണലായിട്ട് കുടുംബസമേതം വന്ന് കണ്ടുകൊണ്ട് അവർക്ക് ഓഫറുകൾ നൽകിക്കൊണ്ട് ഈ വോട്ട് തേടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ വാർഡിലെ ഏതെങ്കിലും വീടുകൾ സന്ദർശിക്കാൻ ഇവർ തയ്യാറാണോ? അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പഞ്ചായത്ത് മെമ്പർമാർ 5 കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ എത്ര തവണ ഈ വാർഡ് തലത്തിലുള്ള വീടുകൾ വോട്ട് ചോദിക്കാൻ ഇറങ്ങിയ പോലെ തന്നെ അവർ വീടാന്തരം കയറി ഇറങ്ങി സന്ദർശിക്കുന്നതായി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം, ചില വ്യക്തികൾ മാത്രം. വാർഡ് മെമ്പർമാർ വോട്ട് സമയത്ത് 6-7 പ്രാവശ്യം വീടുകൾക്ക് പോയി നിരങ്ങി നീങ്ങുന്ന ഈ വാർഡ് മെമ്പർമാർ ജയിച്ചു കഴിഞ്ഞാൽ ഈ കൊല്ലത്തിൽ 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും ഈ വാർഡ് തലത്തിലുള്ള വീടുകൾ കയറി ഇറങ്ങാൻ തയ്യാറാവാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണണമെങ്കിൽ ഫോൺ ചെയ്യുക, ബെല്ലടിച്ച് കാത്തുകെട്ടി നിൽക്കേണ്ട ഈ അവസ്ഥയിൽ നമ്മൾ എന്തിന് അവരെ ആക്കി തീർക്കുന്നു? രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പേക്കൂത്തുകൾ കണ്ടുമരുത്ത നമ്മൾ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് ഈ നന്മ മരങ്ങളോടും പറയാനുള്ളത്, സഹായിക്കുന്നതെല്ലാം നല്ലത് തന്നെ, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള വാർഡുകളിൽ അത്തരം ദുരിതം അനുഭവിക്കുകയും സാമ്പത്തികമായും സ്ഥലമില്ലാതെയും വീടില്ലാതെയും കഷ്ടപ്പെടുന്ന എത്രയോ കുടുംബങ്ങൾ ഉണ്ട്. ഇവരെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് വാർഡ് തലത്തിൽ ആശാ വർക്കർമാരെ, പഞ്ചായത്തിൽ വാർഡ് മെമ്പർമാരെ സമീപിച്ചുകൊണ്ട് അത് അന്വേഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതാക്കുവാൻ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും മതസംഘടനകൾക്കും നന്മ മരങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുണ്ടാകുന്ന ജീവഹാനികൾ, ആത്മഹത്യ എന്നോ കൊലപാതകങ്ങളോ പോട്ടെ, ജീവൻ നഷ്ടപ്പെടുന്ന ഈ അവസ്ഥയ്ക്ക് അറുതി വരികയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉണർന്ന് ചിന്തിക്കുക, സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കൂട്ടായ്മകൾ ഒരുമിച്ചുകൂടി V4 കൊച്ചിയെ പോലെയോ OIOP പോലെയോ 2020 മാതൃകയിലോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.